നമസ്കാരം. ടെക്നോളജിയിൽ ക്രിയേറ്റ് ചെയ്ത വോയിസ് ആണ് പുറത്തുവരുന്നത്. സുഹൃത്തേ, ഒരു നിമിഷം നിൽക്കൂ. ഗുഡ് വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. യാത്രയും വാഹനങ്ങളെപ്പറ്റിയും യാത്രയും പറ്റിയും ഉള്ള വീഡിയോയാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ 2-3 മിനിറ്റ് കണ്ടുകഴിഞ്ഞ് കട്ട് ചെയ്തു കളയുകയും ചെയ്യും. സുഹൃത്തേ, ഈ വീഡിയോ മൊത്തമായി കാണുമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് മൊത്തമായി കണ്ടുകഴിഞ്ഞ് മോശമായ അഭിപ്രായമാണ് എങ്കിൽ അല്ലെങ്കിൽ നല്ല അഭിപ്രായമാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് എഴുതിയിടാം. ഒപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വിഷയങ്ങൾ കണ്ടെത്തി നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ നിങ്ങളുടെ സഹായ സഹകരണത്തിനായി ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം എന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ റോഡിലെ നിയമലംഘനങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ വെച്ചിട്ട് രസകരമായിട്ട് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ മണ്ണാടുന്ന് വിട്ടു. ഇപ്പം 4 മണിക്കാറ്റ് കഴിഞ്ഞു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറുപ്പന്തറ വരെയുള്ള യാത്രയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ചൊക്കെ എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അന്നേരത്തെ സാഹചര്യങ്ങളെ കൊണ്ട് ഫോൺ കോളുകളൊക്കെ വന്നപ്പം കട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. എങ്കിലും പിന്നെ ആ ക്യാമറയിൽ ചെയ്യാൻ പറ്റുന്ന 2MP ക്യാമറ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ വീഡിയോകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വന്ന വഴികളൊന്ന് ഓർമ്മിപ്പിക്കാം. എറണാകുളത്തിന് പോകാൻ ഞാൻ ഉപയോഗിക്കുന്ന വഴിയാണ് കറുകച്ചാലിൽ നിന്ന് തുടങ്ങി പുതുപ്പള്ളി വന്ന് പുതുപ്പള്ളിയിൽ നിന്ന് പയ്യപ്പാടി കൂടി മണർകാടെത്തുന്നു. മണർകാട്ടുനിന്ന് നേരെ തിരുവഞ്ചൂർ കൂടി പൂവത്തുമൂട് പാലം കയറി പേരൂർ കയറി അവിടെ നേരെ മുന്നോട്ട് പോരുമ്പോഴത്തേന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ 4-5 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് പേരൂരിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേന് ഒരു ഓഡിറ്റോറിയം കാണാം. അതായത് KP ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ആർക്കാഡിയക്കാരുടെയൊക്കെ വീടിൻ്റെ വാതിൽ കൂടെയാണ് ആ വഴി കിടക്കുന്നത്. അത് നേരെ ഏറ്റുമാനൂർ മാർക്കറ്റ് കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ പോകുന്ന അതിലല്ല, നേരെ സ്ട്രെയിറ്റ് പിടിക്കും, അങ്ങോട്ട് തിരിയത്തില്ല. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗണിൽ ചെന്നാൽ ബ്ലോക്ക് ആവും. അതിനെക്കാട്ടിലും നല്ലത് സ്ട്രെയിറ്റ് പോവുകയാണ്. ബൈപ്പാസ് കൂടി നമ്മുടെ പട്ടുമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കയറാം. അവിടെ നേരെ തിരിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എറണാകുളത്തിനുള്ള ഒറ്റ വഴിയാണ്. ഏറ്റവും എളുപ്പത്തിൽ പോകാവുന്ന ഒരു റൂട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് കോട്ടയംകാർക്ക് ഏറ്റവും നല്ലത് കുമരകം വഴിയാണ് പോകുന്നതാണ് എറണാകുളത്ത് നല്ലത്. കോട്ടയം ടൗൺ ഏരിയ ഒക്കെ താമസിക്കും. പുതുപ്പള്ളി വരെയുള്ള അല്ലെങ്കിൽ കറുകച്ചാൽ, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് പോകാൻ എളുപ്പ വഴി ഇത് തന്നെയാണ്. നല്ല വഴിയാണ്. ഇടയ്ക്കൊക്കെ റോഡിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിലും നല്ല വഴി തന്നെയാണ്. പിന്നെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം AI ക്യാമറകളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയുള്ള റോഡ് തന്നെയാണ്. എന്നാൽ എല്ലായിടത്തും AI ക്യാമറ ഉണ്ടെന്നല്ല പറയുന്നത്, ഉണ്ട്. അതിനെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അതുപോലെ തന്നെ സ്പീഡ് ക്യാമറ നമ്മുടെ ഈ റൂട്ടിനൊരു പ്രധാന ഒരു ഭാഗ്യമുണ്ട്. അത് ഏറ്റുമാനൂർ ബൈപ്പാസ് കഴിയുമ്പോഴത്തേന് തവളക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തവളക്കുഴി അങ്ങോട്ടും ഒരല്പം ഒന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് കാണാം, രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയും അവിടെ സ്ഥിരമായിട്ട് വണ്ടിയുടെ സ്പീഡ് നോക്കാൻ വേണ്ടി RTO കിടപ്പുണ്ട്. അവർ അവിടുന്ന് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയും സ്ട്രിക്റ്റായിട്ട് അവിടെ കിടക്കും. കാരണം ബൈപ്പാസിൽ കയറിയാൽ നല്ല സ്പീഡിൽ പോരാം. കാരണം വേറെ ബസ്സോ മറ്റുള്ള ശല്യങ്ങളോ അങ്ങനെയുള്ള തോന്നില്ല. അതുകൊണ്ട് ചവിട്ടി പിടിച്ച് പോരരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ റെക്കോർഡ് ചെയ്യും. അപ്പം ആ വഴിയിൽ പട്ടിമറ്റത്തു നിന്ന് തവളക്കുഴിക്കിടയ്ക്ക് എവിടെയെങ്കിലും RTO ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേ വണ്ടി നിങ്ങൾ പോരാവുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇച്ചിരി റഷ് എന്ന് പറയാൻ പട്ടിമറ്റം തൊട്ട് കുറുപ്പന്തറ വരെയുള്ള വീഡിയോ തയ്യാറാക്കുന്നത് അത് റഷ് റോഡാണ്. കാരണം എപ്പോഴും വണ്ടി ഏറ്റവും കൂടുതലും ഫാസ്റ്റായിട്ട് പോകുന്നത് എറണാകുളം കോട്ടയം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുണ്ട്. ആ ബസ്സുകളെയൊക്കെ സൂക്ഷിച്ച് വേണം പോകാൻ. കാരണം അതുപോലെ തിരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എറണാകുളം റൂട്ട്. വളരെ ശ്രദ്ധാപൂർവം പോകണം.
ഇപ്പം ഏകദേശം ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇത് പേരൂർ കവലയിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഞാൻ ഫ്ലോയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ സ്ഥലങ്ങളൊക്കെ. ഇപ്പം പേരൂർ കവലയിലേക്ക് എത്തി. അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. പേരൂർ ജംഗ്ഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമാനൂർ ആണ് പിന്നെ കാണുന്നത്. കാരണം ഏറ്റുമാനൂർ കഴിയും. കാരണം ഇപ്പം ബൈപ്പാസായി ഓടുന്നത്. കാരണം ഇടയ്ക്ക് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ടൈമിൽ ഉണ്ടായ ഒരു കോള് വന്നപ്പം റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ല. ഈ മുന്നോട്ട് പോകുമ്പം റോഡിൻ്റെ ആ വെളുത്ത കാർ വലത്ത് സൈഡിൽ കിടക്കുന്നത് കണ്ടോ, അതാണ് നമ്മുടെ RTO വാഹനം. ആ വാഹനം കൃത്യമായിട്ട് സ്പീഡ് നോക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് വിട്ടു പോരുന്ന വണ്ടിക്കാർക്ക് എപ്പോഴും അപകടം പിടിച്ചു വരുന്നത്. അവർ കൃത്യമായിട്ടും സ്പീഡ് നോക്കി ഫൈനടിച്ചു തരും. ഇതിപ്പം കിടന്ന ഇന്നലെ ഈ വീഡിയോയിൽ കിടന്ന ഭാഗം എന്ന് പറയുന്നത് തവളക്കുഴിക്കും ബൈപ്പാസ് തുടങ്ങുന്നിടത്തുമാണ് കിടന്നിരുന്നത്. തവളക്കുഴി ജംഗ്ഷൻ കഴിഞ്ഞു. ഇച്ചിരി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ പട്ടുമറ്റത്തെത്തും. പട്ടുമറ്റത്ത് അക്ഷരനഗരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പുസ്തകത്തിൻ്റെ ഒരു ശില്പം ഇപ്പം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ടാന എന്ന് പറഞ്ഞാൽ വലിയൊരു റൗണ്ടാനയാണ്. അത് റൗണ്ട് കറങ്ങി ചെന്ന് ആദ്യത്തെ റൈറ്റ് കയറുന്നത് എറണാകുളം, രണ്ടാമത്തെ റൈറ്റ് കടുത്ത് എയർപോർട്ടിലേക്കും പോകാനാണ്. നമ്മുടെ അങ്കമാലിക്കും പോകുന്ന റൂട്ടാണ്. അങ്കമാലിക്ക്, അതായത് കുറവലങ്ങാട്, മരങ്ങാട്ടുപള്ളിയില്ല, കുറവലങ്ങാട് കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി ആ റൂട്ടാണ്. ആലുവ പോകുന്നില്ല. ഇതിപ്പം ഏകദേശം മുന്നോട്ട് പോയി കാണക്കരി ജംഗ്ഷനാണ്. ഇടയ്ക്ക് കുറേ വീഡിയോ കിട്ടാനുണ്ട്. ഇപ്പം ഇത് കാണക്കരി ജംഗ്ഷനാണ് കാണുന്നത്. ഇവിടെ ഇച്ചിരി എന്ന് പറഞ്ഞാൽ റഷുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ റഷുള്ള ഏരിയയാണ്. കാരണം സൂക്ഷിച്ചു പോയില്ലേ വാഹനം ആക്സിഡൻ്റ് ആകാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പം കണക്കരി കഴിഞ്ഞു. കണക്കരി കഴിഞ്ഞ ആദ്യത്തെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ വാതിക്കലും കഴിഞ്ഞ് മുന്നോട്ട് പോകാം. കാരണം വഴി കാണാം, അവിടെ ഒരു കാറിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. മുന്നോട്ട് പോയാൽ ആദ്യം ഇപ്പം വലത്ത് സൈഡിൽ ഒരു പമ്പ് ഉണ്ടാവും, പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് ചെല്ലുന്നത് വഴിക്ക് നല്ല വീതിയും കൂടെ സ്ട്രെയിറ്റ് വഴിയാണ്. പിന്നെ ഈ മഴ സമയത്ത് പോലീസുകാരും RTO ഒന്നും റോഡിൽ കാണത്തില്ലെങ്കിലും നമ്മുടെ മഴയില്ലാത്ത സമയത്താണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വളവ് കഴിഞ്ഞ് സ്ട്രെയിറ്റ് കിടക്കുന്ന 1.25 കിലോമീറ്റർ ദൂരം വാഹനം സ്പീഡിൽ പോകരുത് ഒരിക്കലും. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ കണ്ണുമായിട്ട് RTOയുടെ വാഹനമോ അല്ല പോലീസിൻ്റെ വാഹനമോ എപ്പോഴും ഇവിടെ ഉണ്ട്. എപ്പോഴും ചെക്കിങ് നടക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്പീഡിൽ ആൾക്കാർ പോരുന്നതാണ് കാരണം നല്ല റഷായിട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒന്ന് കാല് ചവിട്ടി കൊടുക്കാം. ഇത് തമിഴ്നാടല്ല, കാല് ചവിട്ടി കൊടുക്കുക പോരാൻ നമ്മുടെ കേരളമാണ്. കൊച്ചു കേരളത്തിൽ കൂടെ ചവിട്ടി വിടാവുന്ന സ്പീഡുണ്ട്. ഇതിപ്പം MC റോഡ് ആയതുകൊണ്ടും MC റോഡിൻ്റെ ഭാഗമായതുകൊണ്ട്, MC റോഡെന്ന് പറയാൻ പറ്റില്ല, MC റോഡിൻ്റെ ഭാഗം കോട്ടയം കൊണ്ട് MC റോഡ് തീരുന്നു. അവിടെ നേരെ എറണാകുളം തൊട്ട് മുളന്തുരുത്തി വരെ കിടക്കുന്ന റോഡ്. ആ റോഡായതുകൊണ്ട് ഇവിടുത്തെ പരമാവധി സ്പീഡ് കാറുകൾക്ക് തന്നിരിക്കുന്നത് 70 കിലോമീറ്ററാണ്. 70-80, പുതിയ നിയമം അനുസരിച്ച് 80 കിലോമീറ്റർ ഇതിലെ പോകാമെന്ന്. 80 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എവിടെയെങ്കിലും ചെന്ന് ആക്സിഡൻ്റ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഒരു 60-65 അങ്ങേയറ്റം പോയാൽ 70 കിലോമീറ്റർ സ്പീഡിലേ ഈ റോഡിൽ പോകാവുള്ളൂ. കണക്കരി ജംഗ്ഷനിലുണ്ട് ഒരു AI ക്യാമറ. അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോയാൽ കുറുപ്പന്തറയാണ് പിന്നെ AI ക്യാമറ ഉള്ളത്. അതേ ഉള്ളൂ. AI ക്യാമറ എല്ലായിടത്തും ഇല്ല, കുറച്ച് സ്ഥലങ്ങളിങ്ങനെ AI ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ മുന്നോട്ട് പോകുന്നത് അടുത്ത സ്ഥലപ്പേര് ഞാൻ വിട്ടു. ഈ സ്ഥലത്തിന് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. കണക്കരി കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ്. സ്ഥലപ്പേര് ഞാൻ വിട്ടുപോയി. കാരണം ഈ ട്രാവലിംഗ് ഇടയ്ക്ക് ഇപ്പം സ്ഥലപ്പേരുകൾ നോക്കാറില്ല, നമ്മളങ്ങ് പോവുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ട് ഈ ജംഗ്ഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറുപ്പന്തറയാണ് അടുത്ത്. ഇവിടുന്ന് ഒരു 5.25 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കുറുപ്പന്തറയ്ക്ക്.
കുറുപ്പൻകലം ജംഗ്ഷൻ വരെയുള്ള അത് കുറുപ്പൻകലം ഇപ്പം അവിടെ നിന്ന് ഇപ്പോൾ ഒന്ന് പാസ് ചെയ്ത് കയറാൻ നോക്കി KSRTC ബസ്സിൻ്റെ മുന്നിൽ കയറിയില്ല, ഇത് ബുദ്ധിമുട്ടാണ്. KSRTCയുടെ പുറകെ നമ്മൾ പിടിക്കുന്നത്, അവരെപ്പം വേണമെങ്കിൽ ചവിട്ടാം. അവർക്ക് പുറകെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ടും ശ്രദ്ധിക്കത്തില്ലാത്തതുകൊണ്ടും നമ്മൾ പോയി ആക്സിഡൻ്റൊക്കെ ആയെന്ന് വരും. ഈ ജംഗ്ഷനിൽ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, ഒരു ബാർ ഹോട്ടലുണ്ട്. അത്യാവശ്യം ഒരു വലിയ ഒരു ടൗൺ തന്നെയാണ്. സ്ഥലപ്പേര് മാത്രമേ ഉള്ളൂ മറന്നുപോയ, സ്ഥലപ്പേരും കൂടി ഓർക്കുന്ന സമയത്ത് ഞാനത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം, വിട്ടുപോയ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡും പിന്നെ നമുക്ക് ആസ്വദിച്ച് പോകാവുന്നൊരു റൂട്ട് തന്നെയാണ്. കുറേയേറെ വളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണിത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വളവിൻ്റെ ഇടയിൽ ഓവർടേക്ക് കയറുന്ന സമയത്ത് സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ എത്തുന്നതാണ്. ഇപ്പം കുറുപ്പന്തറയ്ക്ക് എത്താറായി. ഏകദേശം ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ കുറുപ്പന്തറയാണ്. കുറുപ്പന്തറ ജംഗ്ഷൻ തന്നെയാണ്. അതൊരു പിന്നെ വർഷങ്ങൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള സ്ഥലമാണ്. ഏറ്റുമാനൂർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറുപ്പന്തറയാണ്. കണക്കരി എന്നൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല, ഷട്ടിൽ ട്രെയിൻ പോലും ഇല്ല. ഇത്രയും ദൂരമുണ്ട്. ഈ ഒരു നല്ലൊരു ദൂരമാണ് ഇത് കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കുറുപ്പന്തറ ഏകദേശം കുറുപ്പന്തറയിൽ ഈ കാണുന്ന ഇവിടം തൊട്ട് തുടങ്ങും. ഓവർടേക്ക് കയറാൻ പാടില്ല. ഇനിയിപ്പം ഓവർടേക്ക് കയറാൻ പറ്റത്തില്ല ഒരു തരത്തിലും കുറുപ്പന്തറയിൽ. അതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് അപകടം, ഒരുപാട് പേര് മരിച്ചു പോയ സ്ഥലമാണ്. അതുകൊണ്ടാണ് റോഡിൻ്റെ നടുക്കൂടെ ഒരു മഞ്ഞ വരയിട്ടേക്കുന്നത്. ചില ഇതുപോലെയുള്ള കാറുകാർ പോകുമ്പോൾ നമുക്കും കയറണം എന്ന് തോന്നും, കാരണം ഇവർ പയ്യേ പോവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും കയറിപ്പോയാൽ മതി. ശ്രമിച്ചു നോക്കും, നടക്കത്തില്ലാതെ വരുമ്പോൾ നമ്മൾ ആ സൈഡ് ഒതുക്കി അങ്ങ് പോകും. കാരണം ഇവിടെ ഇച്ചിരി വീതി കുറവാണ് ഈ കുറുപ്പന്തറ എത്തുന്നതിന് മുമ്പ്. ആ വീതി കുറവിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ റോഡ് മറ്റ് മോശമായ ഒരു അവസ്ഥയല്ല. മുന്നോട്ട് പോകാം. ഇതിപ്പം പിന്നെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ജംഗ്ഷൻ ആകാറായി. ജംഗ്ഷനിലേക്കുള്ള ആദ്യത്തെ വളവ് കയറുന്നേ ഉള്ളൂ. ഇവിടെ ഒരു നിയമലംഘനം ഇവിടെ നടക്കുന്നുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ ഇതിന് ബാലൻസായിട്ട് തൊട്ട് അടുത്ത ഏതെങ്കിലും ഒരു ദിവസമായിട്ട് വരും. ചിലപ്പോൾ നാളെ തന്നെ അത് ഇറങ്ങിയെന്ന് വരാം. കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ മെനക്കെടാൻ ഞാൻ ബുദ്ധിമുട്ടുണ്ടായതിന് ക്ഷമ ചോദിക്കുന്നു. ഇപ്പം ജംഗ്ഷനിൽ എത്തി. ഇവിടെ ഒന്ന് സ്ലോ ആകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ബ്ലോക്കുണ്ട്. കാരണം ഇതൊരു നാൽക്കവലയാണ്. ഇടത്തോട്ട് പോയാൽ നമ്മുടെ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ, വലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കുറുവലങ്ങാട്, നേരെ പോയി എറണാകുളം വൈക്കം തലവലപ്പറമ്പൊക്കെ പോകാം. വളരെ സ്പീഡ് കുറച്ചാണ്. ഏകദേശം 10-20 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഈ കയറ്റം കയറി ഇറങ്ങുന്നത്. ഈ കയറ്റം കയറി ഇറങ്ങി ബാക്കി പിന്നെ ഈ കാറ് പിന്നെ എനിക്ക് മുന്നേ വന്ന് ഒരു പള്ളിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. ഞാൻ ഇച്ചിരി കൂടി സ്പീഡ് എടുത്ത് 40 കിലോമീറ്റർ സ്പീഡിലേക്കാണ് വണ്ടി പിന്നെ മൂവായി മുന്നോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഒരു അപകടം ഉണ്ടാക്കി തരാൻ വേണ്ടി ഒരു വാഹനം ഇപ്പോൾ ഒരു പണി കാണിക്കും. ഈ പറയുന്ന കുറുപ്പന്തറ ആ കിടക്കുന്ന കാറ് മാർക്കറ്റിൽ നിന്ന് ചാടിയത് ഞാൻ വെട്ടിച്ചു മാറ്റി. കാരണം അയാൾ ഞാൻ വരുന്നത് കണ്ടു, എന്നാൽ ഇരിക്കട്ടെ എന്നെ ഇടിച്ച് തീർപ്പിക്കാനൊരു ശ്രമം നടത്തിയ. പക്ഷേ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു. ഈ മഴയും പിടിച്ച് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കത്തില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് വെട്ടിച്ചു മാറ്റിയത്. ഓപ്പോസിറ്റ് വണ്ടി വരാഞ്ഞതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു. ഏതായാലും എൻ്റെ ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു.